ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ആണെങ്കിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു. നിങ്ങളുടെ ഡാറ്റകൾ മൊത്തം ചോർത്താൻ ഈ ഒരു സെറ്റിങ്സ് മാത്രം മതി. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത സമയത്ത് വരെ നിങ്ങളുടെ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഡാറ്റകൾ ചോർത്താൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഈ ക്യാമറയുടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്സ് കാണാൻ സാധിക്കും. ഈ ആപ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളിവിടെ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഏറ്റവും താഴെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാണ് ക്യാമറ എന്ന്. ഓക്കെ, ക്യാമറ അവിടെ വന്നിട്ടുണ്ട്. ക്യാമറ സെലക്ട് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം പല ആളുകളും ഈ ഒരു ഭാഗത്തും മാത്രമേ അധിക പേരും കണ്ടിട്ടുണ്ടാവുക. എന്നിരുന്നാലും ഇനി പോകേണ്ട ഒരു സ്ഥലമുണ്ട്. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് പെർമിഷൻസ് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വീണ്ടും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അന്നേരം ഇവിടെ ഓൾ പെർമിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെറ്റ്വർക്ക് ബേസ്ഡ്, നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ അത് നെറ്റ്വർക്ക് മുഖേന ഹാക്ക് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ സെറ്റിങ്സ് നിങ്ങൾ ഡിസേബിൾ ആക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫാക്കുന്ന സമയത്ത് പോലും അത് റണ്ണിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു സെറ്റിങ്സ് ഡിസേബിൾ ആക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നേരെ ബാക്ക് വരാം. ബാക്ക് വീണ്ടും വന്നതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ക്യാമറയുടെ ആപ്പ് ഇൻഫോ എടുക്കുക. ആപ്പ് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആപ്പ് ഇൻഫോ, ഈ ഒരു ക്യാമറയുടെ ആപ്പ് ഇൻഫോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സെറ്റിങ്സ് പല ഡിവൈസിന് അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു ആപ്പ് ഇൻഫോയിൽ ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്ത് മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സ് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു മൊബൈൽ ഫോണിൽ ഇല്ല. ഇനി ഉണ്ടവർ തന്നെ അതിൽ ക്ലിക്ക് ചെയ്താൽ വളരെയധികം സിമ്പിളായിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സെറ്റിങ്സ് ഡിസേബിൾ ആക്കാൻ സാധിക്കും. ഇനി ഇല്ലാത്തവർക്കൊന്നും പേടിക്കേണ്ട. ഫുൾ ബാക്ക് വരിക. ഫുൾ ബാക്ക് വന്നിട്ട് അതായത് നിങ്ങളുടെ സെറ്റിങ്സിലെ ഹോം പേജ് എടുക്കുക. സെറ്റിങ്സിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം നിങ്ങളുടെ സെർച്ച് ചെയ്യേണ്ടത് ഇതുപോലെ ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അലോ മോഡിഫൈൻ സിസ്റ്റം സെറ്റിങ്സ് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സിൻ്റെ പുതിയൊരു സെറ്റിങ്സ് എനേബിൾ ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സ് പറഞ്ഞ ഈ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ നിങ്ങൾ ക്യാമറയിൽ തൊട്ടടിയിൽ ആ ഒരു മോഡിഫൈ സെറ്റിങ്സ് എനേബിൾ ആയതുകൊണ്ട് തന്നെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡിസേബിൾ ആക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്യാമറയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഇതുപോലെയായിരിക്കും അവിടെ കാണിക്കുക. അപ്പോൾ ഇവിടെ മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സ് പറഞ്ഞ നിർബന്ധമായി നിങ്ങൾ ഇവിടെ ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ് നിങ്ങൾ ക്യാമറ മൊബൈൽ ഫോൺ ഓഫ് ആക്കുന്ന സമയത്ത് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആകുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റിങ്സ് നമ്മൾ ഡിസേബിൾ ആക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ നേരത്തെ ഇതുപോലെ ആപ്സിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ക്യാമറ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആപ്പിൽ ക്യാമറയിൽ വന്നതിന് ശേഷം ഏറ്റവും താഴെ വന്നാൽ ഈ ഒരു ബാറ്ററി ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ബാറ്ററിയിൽ ക്ലിക്ക് ചെയ്യാം. ആ ബാറ്ററിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ ഇതുപോലെ കാണാൻ സാധിക്കും. ഈ ഒരു 3 ഓപ്ഷനിലായിരിക്കും അധിക പേർക്കും ഉണ്ടാകും. അതിൽ ഫസ്റ്റത്തെ റെക്കമെൻഡേഷൻ എന്ന ഓപ്ഷനിലായിരിക്കും എനേബിൾ ആയിട്ടുണ്ടാകുക. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റെസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് പറഞ്ഞ ഈ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് അത് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആവുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഇതൊക്കെ ചെയ്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ പറയാൻ മറക്കരുത്.